ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ വിഷ്ണു ആർ എസ്, സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ഈ ഡയാലിസിസ് ചെയ്യാറുണ്ട്, അതായത് കിഡ്നി നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 കിഡ്നി ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കും. അപ്പോൾ ഈ ഒരു കിഡ്നി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഡയാലിസിസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണോ? ഡോക്ടർ, ഈ 2 വൃക്കയും കേടാവുമ്പോഴല്ലേ നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത്? ഓക്കെ, അപ്പൊ ഈ 2 വൃക്കകൾ കേടാവുമ്പോൾ മറ്റൊരു വൃക്ക നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം അല്ലേ ആയിരിക്കും, അതോ 2ഉം ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല? നമുക്ക് 2 വൃക്കകൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വൃക്കയുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 വൃക്കകളിൽ ഒരാൾ സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വൃക്ക കൊടുക്കുമ്പോൾ ആ ഒരു വൃക്ക കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ 10,000-ൽ ഒരാളൊക്കെ ജനിക്കുന്നതേ ഒരു വൃക്കയായിട്ടാണ്. അങ്ങനെ പല പ്രശസ്ത വ്യക്തികളും ഉണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും 60-70 വയസ്സാകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വൃക്കയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഈ രോഗിയുടെ 2 വൃക്കകളും അവിടെ തന്നെ കാണും. അത് വയറിന്റെ ഉള്ളിലായിട്ടാണ്, നമ്മുടെ നട്ടെല്ലിന്റെ സൈഡിലായിട്ടാണ് കാണുന്നത്. അത് നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ കിട്ടുന്ന പുതിയ വൃക്ക നമ്മളെ വയറിന്റെ ഇവിടെയായിട്ട് വലതുവശത്ത് വയറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് കാലിലോട്ട് പോകുന്ന രക്തക്കുഴൽ അതിന്റെ വയറിലുള്ള ഭാഗത്ത് തുന്നിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളും ഈ വൃക്ക ഇരിക്കുന്ന, അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ വൃക്ക ഇരിക്കുന്ന സ്ഥലത്തല്ല ചെയ്യുന്നത്, അവിടെ ആ വൃക്ക കാണും. ഇത് പുതിയൊരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേടായ വൃക്കകൾ അവിടെ തന്നെ ഇരിക്കും. പുതുതായിട്ടൊരെണ്ണം വയ്ക്കുന്നത് അത് മതി, നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഈ കേടായ വൃക്കകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പേഷ്യന്റിന് ദോഷമൊന്നുമില്ല. ആ വൃക്കകൾ ഇങ്ങനെ വൃക്ക അസുഖം മൂർച്ഛിക്കുമ്പോഴത്തേക്കും വൃക്കകൾ ചുരുങ്ങി പോകും. അപ്പം ഒരു 10 സെന്റിമീറ്ററാണ് നോർമൽ സൈസ്. അതൊരു 8 സെന്റിമീറ്റർ 6-7 സെന്റിമീറ്റർ ആകുമ്പോഴാണ് വൃക്കയുടെ പ്രവർത്തനം 10% താഴെ ആവുന്നത്. മിക്ക രോഗങ്ങളും ചുരുങ്ങും, ചിലത് ചുരുങ്ങത്തില്ല, പക്ഷേ 90% വൃക്ക രോഗങ്ങളും ചുരുങ്ങും. അപ്പോൾ ഇത് ചുരുങ്ങിയിട്ട് ഇതിങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 7-8 വർഷം കഴിയുമ്പോൾ ഈ അസുഖം അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ വൃക്കകൾ ചുരുങ്ങി കുഞ്ഞായിട്ടൊക്കെ പൊയ്ക്കോളും. ചുരുങ്ങിയില്ലെങ്കിൽ അതവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അതിലോട്ട് രക്തം വലുതായിട്ട് പോകത്തുമില്ല. കാരണം അതിൻ്റെ എല്ലാ പ്രവർത്തനം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരത്തില്ല. ചില അസുഖങ്ങളിൽ ഇപ്പം ആ വൃക്കയിൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങളിൽ, അതായത് ആ വൃക്കയിൽ വലിയ കല്ലുണ്ടാവുക, ADPKD എന്നൊരു അസുഖമുണ്ട്, അതൊക്കെ ചില വൃക്കയിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനെ ആ വൃക്കയിൽ അണുബാധ ഉണ്ടാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വൃക്കയിൽ ക്യാൻസർ ഉണ്ടാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ മുമ്പ് ആ വൃക്ക എടുത്ത് മാറ്റും. അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡോണർ ഇല്ലേ, ഇപ്പൊ തരുന്ന ഡോണർ എത്രത്തോളം ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ ഏത് ഏജിലുള്ളവർക്കാണ് ഈ ഡൊണേറ്റ് ചെയ്യാൻ? അതെന്താന്ന് വെച്ചാൽ അതായത് നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രോഗി അല്ലാത്ത ഒരാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് ഈ അവയവദാതാക്കൾക്കാണ്. വൃക്കയോ കരളോ കൊടുക്കുന്നവർക്ക് മാത്രമാണ് രോഗി അല്ലാത്തവരിൽ കത്തിവെക്കുന്നത്. മനസ്സിലായില്ലേ? വേറെ ഒന്നിനും ചെയ്യത്തില്ല, ബാക്കിയെല്ലാം രോഗികൾക്കില്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതായത് നമ്മൾ ഈ വൃക്ക മാറ്റി വയ്ക്കുന്ന സ്ഥലത്തിൽ രോഗി എന്ന് പറയുന്ന രോഗിയാണ്, ആ രോഗി വൃക്ക വയ്ക്കുന്നുണ്ട്. ആ രോഗിക്ക് ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ മാനേജ് ചെയ്യണം, കാരണം അത് രോഗിയാണ്. പക്ഷേ ഈ വൃക്ക കൊടുക്കുന്നവർക്ക് ഒന്നും വരാൻ പാടില്ല. ഒരു ചെറിയ
കോംപ്ലിക്കേഷനുകൾ വരാൻ പാടില്ല. അതുകൊണ്ട് അത്രയും മെറ്റിക്കുലസ് ആയിട്ടായിരിക്കും നോക്കുന്നത്. അവരെ എല്ലാ കാർഡിയോളജി, ന്യൂറോളജി എല്ലാ സ്പെഷ്യാലിറ്റീസും നോക്കി അവർ 100% ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അവർ വൃക്ക എടുക്കത്തുള്ളൂ. പിന്നെ അവർക്ക് ആകെയുള്ള റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷനും ഉള്ള പോലെ മരുന്നിൻ്റെ അലർജി, അനസ്തീഷ്യ, അതിപ്പോൾ ഏത് ഓപ്പറേഷൻ നമുക്ക് അല്ലാതെ ആ വൃക്ക കൊടുക്കുന്നയാൾക്ക് ഒരു ആപത്തും ഉണ്ടാവാത്ത രീതിയിൽ മാത്രമേ ഈ വൃക്ക എടുക്കത്തുള്ളൂ. അത് വളരെ വളരെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കമ്മ്യൂണിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ്. പഠനങ്ങൾ കാണിക്കുന്നതും വൃക്ക ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെന്നാണ് കാണിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നമ്മൾ ഒരാൾ വൃക്ക ഡൊണേറ്റ് ചെയ്തു, അയാളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു 40 പേരുള്ള സ്കൂൾ, അദ്ദേഹം വൃക്ക ഡൊണേറ്റ് ചെയ്തു. ബാക്കി 39 പേരെ സഹോദരങ്ങൾക്ക് അസുഖം വന്നില്ല, ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരൻ അസുഖം വന്ന് ഡൊണേറ്റ് ചെയ്തു. ഒരു 10-60 വർഷം കഴിയുമ്പം ഈ ഡൊണേറ്റ് ചെയ്ത ആളായിരിക്കും മറ്റുള്ളവരെക്കാളും കൂടുതലും ജീവിച്ചിരിക്കുന്നത്. അത് വൃക്ക കൊടുത്തോണ്ടല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എല്ലാ ടെസ്റ്റും ചെയ്യുമല്ലോ. അപ്പൊ ഒരു അസുഖം ഇല്ലാത്തതുകൊണ്ടല്ലേ വൃക്ക എടുക്കുന്നത്. മറ്റേ 39 പേർക്ക് എന്തൊക്കെ അസുഖം നമുക്ക് അറിഞ്ഞൂടല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ അസുഖങ്ങളുള്ളവർ അങ്ങനെ ആ ഒരു കമ്പാരിസണിൽ കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ള ആള് കൂടുതലെല്ലാം ജീവിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൃക്ക കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ വേണമെങ്കിൽ ജീവിതത്തിൽ കാരണം ഇതുകൊണ്ടാണ് ഒരു അസുഖം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഏത് ഏജിലായിരിക്കും ഡോക്ടർ മിക്കവാറും ഈ ഒരു ഡൊണേറ്റ് ചെയ്യുന്നതിനും ഇങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല. ആ വൃക്ക നല്ലതായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ നമ്മളൊരു 60 വയസ്സിന് താഴെയുള്ള ഡോണർമാരെയാണ് നമ്മൾ നോക്കുന്നത്. 60 വയസ്സിന് താഴെയാണ്. കാരണം 60 വയസ്സ് കഴിയുമ്പോൾ പ്രായത്തിൻ്റെതായ കേടുപാടുകളൊക്കെ വൃക്കയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ കൊടുക്കുമ്പോൾ വൃക്ക മറ്റേ രോഗിയിൽ പ്രവർത്തിക്കാനുള്ള രോഗിയിൽ അത്രയും നല്ലതാവുന്നുള്ളത്. 60 വയസ്സിന് താഴെയാണ് സാധാരണ ഡോണർമാർ നോക്കുന്നത്. പക്ഷെ ഒരു 65, നമ്മൾ തന്നെ ഇവിടെ 67 വയസ്സുള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു അമ്മയായിരുന്നു. അമ്മ പക്ഷെ നല്ല ഹെൽത്തിയാണ്. അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അമ്മയുടെ കിഡ്നി നല്ലതാണ്. നമ്മൾ വെച്ചു അവർക്ക് നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ പേഷ്യൻ്റ് 60 വയസ്സിന് താഴെ യൂഷ്വലി പ്രശ്നം ഉണ്ടാവാറില്ല. 60 വയസ്സിന് മുകളിൽ പേഷ്യൻ്റ് ബേസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടിയ വൃക്ക പിന്നീട് എങ്ങനെയാണ് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്? അതായത് ഇപ്പോൾ സർജറി കഴിഞ്ഞ ഒരാൾക്ക്, അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വൃക്ക എടുത്ത് നമ്മുടെ ശരീരത്തിൽ വയ്ക്കുകയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു അമ്മ സ്വന്തം മോന് സ്നേഹത്തോട് കൊടുക്കുന്ന വൃക്ക, അപ്പം ആ വൃക്ക എടുത്ത് സ്വന്തം മോൻ്റെ ശരീരത്തിൽ വയ്ക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തിലെ ഈ മോട്ടോർ മസിൽസൊക്കെ മാത്രമേ നമ്മളെ തലച്ചോറിൻ്റെ കൺട്രോളിലുള്ളൂ. നമ്മൾ ആഹാരം കഴിക്കുന്നത് തലച്ചോറിൻ്റെ കൺട്രോളിലാണ്. ഇപ്പോൾ ഒരു ഇഡ്ഡലി എടുത്ത് വായിൽ വയ്ക്കാൻ തലച്ചോറ് പറയാം, വായിൽ വയ്ക്കേണ്ട തലച്ചോറിന് പറയാം. പക്ഷെ ആ ഇഡ്ഡലി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തലച്ചോറിന് റോളില്ല. തലച്ചോറിന് റോളുണ്ട്, നമുക്ക് വോളണ്ടറി റോളില്ല. പിന്നെ അതങ്ങ് തനിയെ ഇറങ്ങി ശരീരത്തിന്റെ രീതിയിൽ അങ്ങ് പോവുകയാണ്. നമുക്ക് ഇഡ്ഡലി കഴിച്ചു, ആമാശയത്തിൽ എത്തി, നമുക്ക് പറയാൻ പറ്റുമോ ഇനി അവിടെ തന്നെ നിൽക്കി, ഇനി അങ്ങോട്ട് പോകേണ്ട ഇല്ല. അതുപോലെയാണ് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഇങ്ങനത്തെ ഒരു ആക്ഷനിലാണ് പോകുന്നത്. അപ്പം നമ്മളെ ശരീരത്തിന്റെ തലച്ചോറിന് ഇമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ് കൺട്രോൾ ഇല്ല. അപ്പൊ ഈ വൃക്ക നമ്മൾ വയ്ക്കുന്നത് ആ മോന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും മോന്റെ ഇമ്മ്യൂണിറ്റി വിചാരിക്കുന്നത് ഒരു ഫോറിൻ ഓബ്ജക്റ്റ് ഇരിക്കുന്നെന്നാണ്. പുറത്തുള്ള ഒരു ഭീകര സാധനം, അത് വൈറസോ ബാക്ടീരിയ ഏതോ ഒരു സാധനം എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും എടുത്ത് പുറത്ത് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സൂചി കുത്തി കയറുകയാണെങ്കിൽ അത് പഴുത്ത് പുറത്ത് പോകാൻ നോക്കും. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ബാക്ടീരിയ കയറുകയാണെങ്കിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി തന്നെ അതിനെ നശിപ്പിക്കാൻ നോക്കും. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ കൂട്ടുന്നത്, ഇവനെ ചൂടാക്കി എങ്ങനെയും പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലൊരു ഇഷ്ടമില്ലാത്ത ആളെന്നാൽ ചൂടുള്ള എടുത്ത് കളയുന്നതും നമ്മൾ ചൂടാക്കി എടുത്ത് കളയാൻ എങ്ങനെയാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ഈ പനി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റിയാണ് പനി കാണിക്കുന്നത്. അതുപോലെ ഈ വൃക്കയ്ക്ക് എതിരായിട്ട് ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കും, വൃക്കയെ നശിപ്പിക്കാൻ നോക്കും. അപ്പം നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻ എന്ന് പറഞ്ഞ് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട 3 മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമ്മൾ കൊടുത്ത് രോഗിയുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ച് വയ്ക്കും. അപ്പം അത് ഈ ട്രാൻസ്പ്ലാന്റ് ഇതിനെ കിഡ്നിയൊക്കെ നശിപ്പിക്കുന്ന ചില പ്രത്യേക വിഭാഗത്തിലുള്ള ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി നമ്മൾ കുറച്ച് വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ ഈ കിഡ്നി അവിടെ തന്നെ ഇരിക്കും. നമ്മളെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിക്ക് കിഡ്നി നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴത്തേക്കും ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പകുതി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ രോഗിക്ക് ഇൻഫെക്ഷൻസ് അണുബാധ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മൾ അണുബാധ വരാതെ നോക്കണം. വലിയ ക്രൗഡിലൊന്നും പോകാൻ പാടില്ല. ആദ്യത്തെ 6 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യത്തെ 6 മാസം മരുന്നുകളുടെ ഡോസ് വളരെ കൂടുതലാണ്. അപ്പം ഇൻഫെക്ഷൻ വന്നാൽ അവർക്ക് പെട്ടെന്ന് സീരിയസ് ആവും. അത് ന്യൂമോണിയ, യൂറിൻ ഇൻഫെക്ഷൻ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി മരുന്ന് ഈ ഇമ്മ്യൂണോ സപ്രസൻ ഡോസ് കുറച്ചുകൊണ്ട് വരും. കാരണം അപ്പോഴത്തേക്കും ഈ അവിടെ ഇരിക്കുന്ന കിഡ്നിയും ശരീരവുമായിട്ട് ഒരു ചെറിയ ഒരു യോജിപ്പിലെത്തും. അപ്പം ശരീരത്തിന് മനസ്സിലായി വലിയ പ്രശ്നക്കാരനല്ല ഇരിക്കുന്നു, വലിയ കുഴപ്പമില്ല, ഇവ ഇരുന്നോട്ടെ, എന്നാലും ഹി വിൽ ബി അണ്ടർ ക്ലോസ് ഒബ്സർവേഷൻ. അവനെ നോക്കി വയ്ക്കും. പക്ഷെ നമ്മൾ ഈ മരുന്ന് എപ്പോഴെങ്കിലും നിർത്തുകയാണെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും.
ഓ അത് ശരി. അപ്പൊ ഈ മരുന്ന് ജീവിതകാലം മൊത്തം കഴിക്കണം. മരുന്ന് ജീവിതകാലം, പക്ഷെ അതിന്റെ ഡോസ് കുറച്ച് മതി. കാരണം അവന്റെ അതായത് നമ്മളെ ഗ്രാമത്തിലെ ഇപ്പോൾ ഒരാൾ വന്നു, നമ്മൾ ആദ്യം ഭയങ്കര ക്ലോസ് ആയിട്ട് നോക്കും, പിന്നെ വലിയ കുഴപ്പക്കാരില്ലെങ്കിൽ നമ്മൾ അവനെ ഇങ്ങനെ നോക്കി വെച്ചേക്കും. പക്ഷെ എന്നാലും അവൻ എപ്പോഴെങ്കിലും കുഴപ്പക്കാരൻ തോന്നുന്ന അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് നമ്മൾ മരുന്ന് എപ്പോഴും കൊടുത്ത് അതിനെ കുറച്ച് തന്നെയാണ് വയ്ക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജീവിതകാലം മൊത്തം ഈ ഒരു 3 മരുന്നുകൾ, സാധാരണ ഒരു സ്റ്റീറോയിഡ്, പിന്നെ ഒരു ടാക്രോളിമസ്, മൈക്രോഫിൽ, അങ്ങനെ 3 മരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജീവിതകാലം മൊത്തം കഴിക്കേണ്ടത്. അതിന് ഡോസ് കുറയുമെങ്കിലും ഒരു ദിവസം പോലും ഇത് മുടക്കാൻ പാടില്ല. പലപ്പോഴും 5-6 വർഷം ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് പോകും. അപ്പം നമ്മൾ വലുതായിട്ടൊന്നും ആലോചിക്കുന്നില്ല. ഒരു കല്യാണത്തിന് പോകും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകും, ടൂറിന് പോകും, മരുന്ന് എടുക്കാൻ മറന്നു പോകും. ഇനി തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് 3-4 ദിവസം കഴിക്കാതിരിക്കും. അപ്പോഴത്തേക്കും ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ കുറച്ച് മോശപ്പെട്ടു തുടങ്ങും. അത് പിന്നെ ചിലപ്പോൾ വേറെ വലിയ വലിയ റിജക്ഷനിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. മരുന്ന് ഒരു ദിവസം പോലും മുടക്കരുതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വലുതായിട്ടുള്ള ഇൻഫെക്ഷൻ, അതായത് വലിയ ക്രൗഡഡ് പ്ലേസിലോട്ട് പോകരുത്. അത് എപ്പോഴും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും. എന്നും പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ജോലിക്ക് പോവാം, 6 മാസം കഴിയുമ്പോൾ ജോലിക്ക് പോവാം, എല്ലാം ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഗാർഡഡ് ആയിരിക്കണം. അതായത് വളരെ തിരക്കുള്ള ബസ് കയറി പോകരുത്. പനിയൊക്കെ നല്ല കമ്മ്യൂണിറ്റിയിൽ നല്ല പനി ഉള്ളപ്പോഴത്തേക്കും നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി വലിയ ആൾക്കാരോട്ട് ഇങ്ങനെ വരികരുത്. ഒരു മാസ്ക് വയ്ക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫുഡ് റെസ്ട്രിക്ഷൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഫുഡ് എല്ലാം കഴിക്കാം. പിന്നെ അവരുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടറിനെ റെഗുലറായിട്ട് കാണണം. കാരണം അതിൽ വേറെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പോൾ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്, ചില മരുന്നുകൾ കൗണ്ട് കുറയ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സെന്ററിൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ മരുന്ന് മുടങ്ങാതെ കഴിക്കണം, എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഒരു നോർമൽ ലൈഫാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു നോർമൽ ലൈഫാണ് കിട്ടുന്നത്. നമ്മളിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ചെറുപ്പക്കാരെല്ലാം 6 മാസം കഴിഞ്ഞ് ജോലിക്ക് പോകാറുണ്ട്. ഇപ്പോൾ റീസെന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾ ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു, വളരെ ഹാപ്പി. ഇപ്പോൾ അവിടെ നിന്നാണ്, ജോലി സ്ഥലത്തു നിന്നാണ് നമ്മൾ ഒ പിയിൽ കാണിക്കാൻ വരുന്നത്. അതിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. നോർമൽ ലൈഫ് കിട്ടാനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, വീട്ടിൽ അടച്ചിരിക്കാനല്ല ചെയ്യുന്നത്. അപ്പം നോർമൽ ലൈഫാണ് കിട്ടുന്നത്. വളരെ മരുന്ന് കഴിക്കുക, അണുബാധ വലുതായിട്ട് വരാതെ നോക്കുക, കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർ, എത്ര നാള് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വിചാരിക്കും ട്രാൻസ്പ്ലാന്റ് വലിയതാണ്, അതുകൊണ്ട് ഇനി മാസങ്ങളോളം കിടക്കും. അങ്ങനെയൊന്നുമില്ല. ട്രാൻസ്പ്ലാന്റ് ബേസിക്കലി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ഐസിയിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ 7 to 10 ദിവസം സ്റ്റേ ചെയ്യുന്നത്. അതിൽ തന്നെ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ട്യൂബുകളെല്ലാം മാറ്റും. പിന്നെ പേഷ്യൻ്റ് പിന്നെ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ കുറേ ക്രിയാറ്റിൻ നോക്കണം, അതിനുവേണ്ടി കിടത്തിയിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യും. മാക്സിമം ഒരു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടന്നാണ് വീട്ടിൽ പോകുന്നത്. ട്യൂബുകളൊന്നും കാണത്തില്ല, ആ ഒരു സ്റ്റിച്ചിൻ്റെ അത് മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ഒരു രോഗിയൊന്നും പോലും തോന്നത്തില്ല. വളരെ ഹാപ്പി, വളരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ, അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കോംപ്ലിക്കേഷൻ ഉണ്ട്, അതെല്ലാം നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 10 പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 8 പേഷ്യൻ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മളിപ്പോൾ വ്യാഴാഴ്ച ഇൻഷ്യൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യും. കാരണം അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു പേഷ്യൻസിൻ്റെ കുറച്ച് അനസ്തീഷ്യ അങ്ങനെയെല്ലാം കാണിക്കാനുണ്ട്. അതിൻ്റെ കാര്യത്തിൽ വ്യാഴാഴ്ച ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അടുത്ത വ്യാഴാഴ്ച യൂഷ്വലി നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അത് പറ്റില്ലെങ്കിൽ വെള്ളി ശനി അതിനുള്ളിൽ തന്നെ വേറെ കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഡോക്ടറിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നീട് ഡയാലിസിസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടാവാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചില പേഷ്യൻസിൽ ഈ ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂട്ടിയിട്ട് അതിശക്തമായ റിജക്ഷൻ ഉണ്ടാവാം. നമ്മളിപ്പോൾ എത്രയൊക്കെ മരുന്ന് കൊടുത്താലും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിശക്തമായ റിജക്ഷൻ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാം. രണ്ടാമതെന്ന് പറയുന്നത് ഈ പഴയ കിഡ്നിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നല്ലോ, അത് പുതിയ കിഡ്നിയിലും വരാം. അത് ചില അസുഖം മാത്രമേ വരത്തുള്ളൂ, വളരെ കുറച്ച് അസുഖങ്ങൾ വരത്തുള്ളൂ. അങ്ങനെ വന്നാലും ഈ കിഡ്നി നശിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമെന്ന് പറയുന്നത് ചിലർക്ക് അതിശക്തമായ അണുബാധകൾ വരും. സ്ഥിരമായിട്ട് മുഖത്തിൽ പഴുപ്പ്, അത് ഇഷ്ടംപോലെ അണുബാധകൾ വന്ന് പയ്യെ പയ്യെ കിഡ്നി കേടായി പോവാം. പിന്നെ വേറൊന്നുള്ളത് ഈ കിഡ്നിയുടെ ഒരു നമ്മളൊരു 15 വർഷമൊക്കെയാണ് പറയുന്നത് ഒരു കിഡ്നി വയ്ക്കുമ്പോൾ. പിന്നെ അവിടെ ഈ പുതിയ കിഡ്നി വയ്ക്കും, അതിന് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും. ഒരു 15-20 വർഷം കഴിയുമ്പം ഈ കിഡ്നി പതിയെ കുറച്ചൊരു കേടിൽ കണ്ടു തോന്നാം. പക്ഷെ എന്നാലും അത് ക്രിയേറ്റിന് 2-3 കുറേ കാലം അങ്ങനെ അങ്ങ് പോകും. അല്ലെ, നല്ല കറക്റ്റ് ഫോളോ അപ്പിലാണെങ്കിൽ അങ്ങനെ പോകും. സാധാരണഗതിയിൽ ഈ പഴയ കിഡ്നിയുടെ അസുഖം പുതിയ കിഡ്നിയിൽ വരുന്നതാണ് ഈ ട്രാൻസ്പ്ലാന്റ് വീണ്ടും ഡയാലിസിസിലേക്ക് ആവാനുള്ളത്. അത് നമുക്കറിയാം. 2-3 അസുഖങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ രോഗിയുടെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതാണ് സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒത്തിരി ശ്രദ്ധിക്കേണ്ടി വരും. കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ഡോക്ടർ പറഞ്ഞു തന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറുമായിട്ട് വീണ്ടും എത്താം. നന്ദി ഡോക്ടർ.